വെൽക്കം ടു ലേണിനോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ കടമെടുപ്പുകൾ, അതായത് ഓരോ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിൽ കുറേ കാര്യങ്ങൾ കടമെടുത്തിട്ടുണ്ട്. അപ്പോൾ മോസ്റ്റ്ലി ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ അമേരിക്ക, റഷ്യ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഇന്ത്യൻ ഭരണഘടനയിൽ കടമെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ ഭാഗങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്നത് ഏതുമായിട്ടാണ് ഇന്ത്യൻ ഭരണഘടന? ഓപ്ഷൻ 1 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935, ഓപ്ഷൻ 2 USSR റഷ്യ, ഓപ്ഷൻ 3 ബ്രിട്ടൻ, ഓപ്ഷൻ 4 ഓസ്ട്രേലിയ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ ഭാഗങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്നത് ഏതുമായിട്ടാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 അനുസരിച്ചിട്ടാണ്. ഓക്കെ, അതായത് എന്തൊക്കെയാണ് അവിടെ നിന്ന് എടുത്തിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗവർണർ പദവി, പബ്ലിക് സർവീസ് കമ്മീഷൻ, ഫെഡറൽ കോടതി തുടങ്ങിയ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് എന്തിൽ നിന്നാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. അതായത് ഇതെന്താണ് 1935 നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1935 ഓഗസ്റ്റിലാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയത്. ആരാണിത് പാസ്സാക്കിയിട്ടുള്ളത്? ബ്രിട്ടീഷ് പാർലമെൻറ്റാണ് ഇത് പാസ്സാക്കിയിട്ടുള്ളത്. നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പാസ്സാക്കിയിട്ടുള്ളത്. 1999 ഗ്രേറ്റർ ലണ്ടൻ അതോറിറ്റി ആക്ട് പാസ്സാക്കുന്നത് വരെ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ഏറ്റവും വലിയ നിയമമായിരുന്നു ഏത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് പറയുന്നത്. ഇതിൻ്റെ നീളം കാരണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 2 ഭാഗങ്ങളായാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത്. ഇതെങ്ങനെയാണ്? 2 ഭാഗങ്ങളായിട്ടാണ് ഈ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. ഒന്നാമത്തത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 321 സെക്ഷനുകളും 10 പട്ടികകളും ഉൾപ്പെട്ടിരുന്നു. ആദ്യം ചെയ്തതിലെന്താണ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, എന്താണ്? 2 ഭാഗങ്ങളായിട്ടാണ് ഇത് ബ്രിട്ടീഷ് പാർലമെൻറ്റ് അവതരിപ്പിച്ചത്. അതിൽ ഒന്നാമത്തെ ഭാഗം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 321 സെക്ഷനുകളും 10 പട്ടികകളും ഉൾപ്പെട്ടായിരുന്നാണ് ഇതാദ്യം പാസ്സാക്കിയത്. രണ്ടാമത്തത് എന്താണ്? 1935 അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 159 സെക്ഷനുകളും 6 പട്ടികകളും ഉൾപ്പെട്ടിട്ടാണ് എന്താണ് ഇത് പാസ്സാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇതാണ് എന്താ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ ഭാഗങ്ങൾ കടപ്പെട്ടിരിക്കുന്നത് ഏതിൽ നിന്ന് തന്നെയാണ്? നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 അത് ഏതൊക്കെയാണ്? ഗവർണർ പദവി, പബ്ലിക് സർവീസ് കമ്മീഷൻ, ഫെഡറൽ കോടതിയൊക്കെയാണ് അതിനകത്ത് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2, അടിയന്തരാവസ്ഥ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് ഏത് രാജ്യത്തിൽ നിന്നുമാണ്? അതായത് നമ്മുടെ രാജ്യത്ത് ഒരു അടിയന്തരാവസ്ഥയൊക്കെ ഉണ്ട് അല്ലേ? അടിയന്തരാവസ്ഥ വന്നിട്ടുണ്ട്. ഏത് കാലഘട്ടത്തിലാണ്? നമ്മുടെ ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന കാലഘട്ടത്തിലൊക്കെയാണ് ഈ അടിയന്തരാവസ്ഥ നടപ്പിലാക്കി വന്നിട്ടുള്ളത്. അത് ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിട്ടുള്ളത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ഓപ്ഷൻ 1 ജർമ്മനി, ഓപ്ഷൻ 2 ബ്രിട്ടീഷ്, ഓപ്ഷൻ 3 ഓസ്ട്രേലിയ, ഓപ്ഷൻ 4 USA. അപ്പോൾ ഏത് രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന അടിയന്തരാവസ്ഥ എന്ന ഒരു ഭാഗം കടം കൊണ്ടിട്ടുള്ളത്? ജർമ്മനിയിൽ നിന്നാണ്. ഏതിൽ നിന്നാണ്? ജർമ്മനിയിൽ നിന്നാണ്. അതായത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നേരിടേണ്ടി വരുമ്പോൾ ആഭ്യന്തര ഭദ്രത നിലനിർത്തുന്നതിന് ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥകളുണ്ട്. അപ്പോൾ ഭരണഘടനയുടെ 18ാം ഭാഗത്താണ് ഇത് പ്രഖ്യാപിച്ചിട്ടിരിക്കുന്നത്. ഇതനുസരിച്ച് 3 തരം അടിയന്തരാവസ്ഥകളാണ് രാഷ്ട്രപതിക്ക് പ്രഖ്യാപിക്കാനാവുന്നത്. ഇന്ത്യയിൽ തന്നെ എത്ര അടിയന്തരാവസ്ഥയുണ്ട്? 3 തരം അടിയന്തരാവസ്ഥകളാണുള്ളത്. ഏതൊക്കെയാണ്? ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, പിന്നെന്താണ് രാഷ്ട്രപതി ഭരണം, സാമ്പത്തിക അടിയന്തരാവസ്ഥ. 3 ഏതൊക്കെയാണ്? ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഈ 3 അടിയന്തരാവസ്ഥയാണ് മെയിനായിട്ട് നമ്മുടെ ഇന്ത്യയിലുള്ളത്. ആഭ്യന്തര കലാപം, പ്രകൃതിക്ഷോഭം, യുദ്ധപ്രഖ്യാപനം മുതലായവയെ തുടർന്നാണ് സാധാരണ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അതായത് സാധാരണയായി നമ്മൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് എന്തിൻ്റെ ബേസിസിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഭ്യന്തര കലാപം, അതുപോലെ പ്രകൃതിക്ഷോഭം വരുമ്പോൾ, പിന്നെന്താണ് യുദ്ധപ്രഖ്യാപനം, വേറെ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ ആ യുദ്ധപ്രഖ്യാപനം മുതലായവയെ തുടർന്നാണ് നമ്മൾ ഈ സാധാരണ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. 1975 ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യയിൽ എപ്പോഴാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നത്? 1975 ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നത്. അപ്പോൾ അടിയന്തരാവസ്ഥ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ജർമ്മനിയിൽ നിന്നാണ്. ഇതെന്നാണ്? ജർമ്മനിയിൽ നിന്നാണ്.
ക്വസ്റ്റ്യൻ നമ്പർ 3 മൗലിക കടമകൾ, പഞ്ചവത്സര പദ്ധതികൾ തുടങ്ങിയ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടംകൊണ്ടിരിക്കുന്നത് ഏതിൽ നിന്നാണ്? ഓർത്തു വയ്ക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും റിപ്പീറ്റഡായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ്. അതായത് എന്താണ് മൗലിക കടമകൾ, നമ്മുടെ മൗലിക കടമകൾ നമ്മൾ പഠിച്ചു അല്ലേ. അതുപോലെ പഞ്ചവത്സര പദ്ധതികൾ തുടങ്ങിയ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടംകൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ഓപ്ഷൻ 1 USSR, ഓപ്ഷൻ 2 ഓസ്ട്രേലിയ, ഓപ്ഷൻ 3 ഫ്രാൻസ്, ഓപ്ഷൻ 4 സൗത്ത് ആഫ്രിക്ക. അപ്പോൾ ഏതിൽ നിന്നാണ്? നമ്മുടെ റഷ്യയായ USSR നിന്നാണ് എന്ത് മൗലിക കടമകളും പഞ്ചവത്സര പദ്ധതികളൊക്കെ എന്ത് കടം കൊണ്ടിട്ടുള്ളത് ഇന്ത്യ. 1976 സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ അടിസ്ഥാന കടമകൾ ശുപാർശ ചെയ്തു അല്ലേ. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. നമ്മുടെ എന്താ മൗലിക കടമകൾ പറയുമ്പോൾ തന്നെ പറഞ്ഞു ഏത് വർഷമാണ്? 1976 സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് നമുക്ക് മൗലിക കടമകൾ അല്ലേ ശുപാർശ ചെയ്തത്. പിന്നെന്താണ്, അതിലെത്ര മൗലിക കടമകൾ നമുക്കുണ്ട്? 11 മൗലിക കടമകളുണ്ട് അല്ലേ ഇപ്പോൾ. അപ്പോൾ ആദ്യത്തേൽ എത്ര കടമകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? 10 മൗലിക കടമകളെ ഉണ്ടായിരുന്നുള്ളൂ. അതായത് 1976 42ാം ഭേദഗതി അനുസരിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര മൗലിക കർത്തവ്യങ്ങൾ, അതായത് മൗലിക കടമകളുള്ള 10 ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 2002 എന്താണ് 86ാം ഭേദഗതി അനുസരിച്ച് എത്ര ഉണ്ട്? ഇപ്പോൾ 11 അടിയന്തര കടമകൾ നമ്മുടെ പട്ടികയിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര അടിയന്തര അല്ലേ മൗലിക കടമകളുണ്ടെന്ന്. അതായത് 11 മൗലിക കടമകളുണ്ട്. അതെന്തെല്ലാമാണെന്ന് നമുക്കറിയാം. അവസാനം കൂട്ടിച്ചേർത്ത മൗലിക കടമകൾ എന്താണെന്ന് അറിയാം. അത് ഏത് ഭേദഗതിയിലൂടെയാണെന്ന് അറിയാം. അപ്പോൾ എല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ ക്വസ്റ്റ്യൻസും. ക്വസ്റ്റ്യൻ നമ്പർ 4 റിപ്പബ്ലിക്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം തുടങ്ങിയ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ത്യ റിപ്പബ്ലിക് എന്നതും സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിങ്ങനെയുള്ള ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ഓപ്ഷൻ 1 ഫ്രാൻസ്, ഓപ്ഷൻ 2 അയർലൻഡ്, ഓപ്ഷൻ 3 കാനഡ, ഓപ്ഷൻ 4 ഓസ്ട്രേലിയ. എവിടെ നിന്നാണ് നമ്മളത് കടമെടുത്തിരിക്കുന്നത്? ഫ്രാൻസിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഏത് രാജ്യത്തിൽ നിന്നാണ്? റിപ്പബ്ലിക്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എല്ലാം ഏത് രാജ്യത്തിൽ നിന്നാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത്? ഫ്രാൻസിൽ നിന്നാണ്. അപ്പോൾ ഫ്രാൻസ് എന്ന് പറയുന്നത് എന്താണ്? ലോകത്തിന് റിപ്പബ്ലിക് എന്ന ആശയം നൽകി അല്ലേ. ഫ്രാൻസ് എന്നൊരു രാജ്യമാണ് നമുക്ക് ലോകത്തിന് തന്നെ എന്താശയം നൽകിയത്? റിപ്പബ്ലിക് എന്ന ആശയം നൽകിയിട്ടുള്ളത്. കൂടാതെ എന്തൊക്കെ കൊടുക്കുന്നു? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയുടെ ആശയങ്ങൾ ആമുഖത്തിൽ ഉൾപ്പെടുത്താൻ കടമെടുത്തതാണ് നമ്മൾ ഫ്രാൻസിൽ നിന്നാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന. ഏതൊക്കെയാണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം അല്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എവിടെ നിന്നാണ് എഴുതിയിരിക്കുന്നത്? നമ്മൾ ഫ്രാൻസിൽ നിന്നാണ്. അപ്പോൾ ലോകത്തിന് തന്നെ റിപ്പബ്ലിക് എന്ന ആശയം നൽകിയത് ഏത് രാജ്യമാണ്? നമ്മുടെ ഫ്രാൻസ് എന്ന രാജ്യമാണ് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 5 കൺകറന്റ് ലിസ്റ്റ്, പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം തുടങ്ങിയ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത്. ഓപ്ഷൻ 1 ജർമ്മനി, ഓപ്ഷൻ 2 ബ്രിട്ടൻ, ഓപ്ഷൻ 3 ഓസ്ട്രേലിയ, ഓപ്ഷൻ 4 USA. അപ്പോൾ ഏത് രാജ്യത്തിൽ നിന്നാണ്? ഒരുപാട് രാജ്യങ്ങൾ ഇതേപോലെ തന്നെയായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ തരുന്നത്. അപ്പോൾ ഏത് മാറിപ്പോകരുത്. ട്വിസ്റ്റഡ് ആയിട്ടും വേണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ ഏതാണ്? കൺകറന്റ് ലിസ്റ്റ്, അതുപോലെ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം തുടങ്ങിയ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ഓപ്ഷൻ 1 ജർമ്മനി, ഓപ്ഷൻ 2 ബ്രിട്ടൻ, ഓപ്ഷൻ 3 ഓസ്ട്രേലിയ, ഓപ്ഷൻ 4 USA. ഇപ്പോൾ ഏത് രാജ്യത്തിൽ നിന്നാണ് നമ്മളത് എടുത്തിരിക്കുന്നത്? ഓസ്ട്രേലിയയിൽ നിന്നാണ്. അതായത് കൺകറന്റ് ലിസ്റ്റ് വ്യാപാര സ്വാതന്ത്ര്യം, വാണിജ്യം, സഹവാസം, പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം എന്നീ ആശയങ്ങൾ ഓസ്ട്രേലിയക്കാർ ഇന്ത്യക്ക് നൽകി. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നതൊക്കെ? ഓസ്ട്രേലിയയിൽ നിന്നാണ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം ഏതൊക്കെയാണ്? കൺകറന്റ് ലിസ്റ്റ്, അതുപോലെ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം അല്ലേ. പിന്നെ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? വ്യാപാര സ്വാതന്ത്ര്യം, വാണിജ്യം, സഹവാസം, പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം ഒക്കെ ഇതിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? ഓസ്ട്രേലിയയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 6 ഫെഡറൽ സംവിധാനം, അവശിഷ്ടാധികാരം, യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റ് തുടങ്ങിയ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത്. അതായത് ഏതൊക്കെയാണ് നമ്മുടെ ഭരണഘടനയിൽ ഉള്ള എന്തൊക്കെയാണ്? ഫെഡറൽ സംവിധാനം, അവശിഷ്ടാധികാരം, യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റ് അങ്ങനെയുള്ള ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ഓപ്ഷൻ 1 കാനഡ, ഓപ്ഷൻ 2 അയർലൻഡ്, ഓപ്ഷൻ 3 സൗത്ത് ആഫ്രിക്ക, ഓപ്ഷൻ 4 USA. ഏതിൽ നിന്നാണ് നമ്മളത് എടുത്തിരിക്കുന്നത്? ഫെഡറൽ സംവിധാനവും അതുപോലെ തന്നെ എന്താണ് അവശിഷ്ടാധികാരവും യൂണിയൻ ലിസ്റ്റൊക്കെ എടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. അപ്പോൾ കാനഡയുടെ ഭരണഘടന ഇന്ത്യക്ക് ഒരു അർദ്ധ ഫെഡറൽ ഗവൺമെൻറ് രൂപം നൽകി. എന്താണ് കാനഡൻ ഭരണഘടന ഇന്ത്യക്ക് എന്താണ് നൽകിയത്? ഒരു അർദ്ധ ഫെഡറൽ ഗവൺമെൻറ്റിനെയാണ് രൂപം നൽകിയിട്ടുള്ളത്. ശക്തമായ കേന്ദ്ര ഗവൺമെൻറ്റിനുള്ള ഒരു ഫെഡറൽ സംവിധാനം, അതായത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഇടയിലുള്ള അധികാരങ്ങളുടെ വിതരണം. അപ്പോൾ ഫെഡറൽ നമ്മുടെ ഇന്ത്യ എന്താണ്? ഒരു ക്വാസി ഫെഡറൽ ആണ് അല്ലേ. അപ്പോൾ അത് നമുക്കറിയാം എന്താണ്? കേന്ദ്രവും അതുപോലെ തന്നെ എന്താണ് സംസ്ഥാനങ്ങളും തമ്മിൽ അല്ലേ ഇടയിലുള്ള അധികാരങ്ങളുടെ വിതരണം, ശേഷിക്കുന്ന അധികാര
അധികാരങ്ങളുടെ ആശയമാണ് എന്താണ് ഈ ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത്. അതുപോലെ സുപ്രീം കോടതിയുടെ ഉപദേശക പ്രവർത്തനം, കേന്ദ്രത്തിൻ്റെ സംസ്ഥാനങ്ങളുടെ ഗവർണർമാരെ നിയമിക്കാനുള്ള അധികാരം എല്ലാം, അതായത് നമ്മുടെ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധം, അതാണ് ഈ ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇന്ത്യ എന്താണ്, ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന ഈ ഫെഡറൽ സംവിധാനവും അതുപോലെ അവശിഷ്ടാധികാരവും യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റൊക്കെ എവിടെ നിന്നാണ് കടം കൊണ്ടിട്ടുള്ളത്? നമ്മുടെ കാനഡയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 7, നിർദ്ദേശിക തത്വങ്ങൾ, പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്ക് പ്രസിഡന്റിന്റെ നാമനിർദ്ദേശം നടത്തുന്നത് തുടങ്ങിയ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഏതൊക്കെയാണ്, എവിടെ നിന്നാണ്? ഓപ്ഷൻ 1 അയർലൻഡ്, ഓപ്ഷൻ 2 കാനഡ, ഓപ്ഷൻ 3 ഓസ്ട്രേലിയ, ഓപ്ഷൻ 4 USA. അപ്പോൾ ഏത് രാജ്യത്തു നിന്നാണ് ഈ എന്താണ് നിർദ്ദേശിക തത്വങ്ങളും പ്രസിഡന്റിനെ തിരഞ്ഞെടുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയർലൻഡിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അതായത് സംസ്ഥാന നയത്തിന് നിർദ്ദേശിക തത്വങ്ങൾ, രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളുടെ നാമനിർദ്ദേശം, പ്രസിഡന്റിന്റെ തിരഞ്ഞെടുക്കുന്ന രീതി എല്ലാം നമ്മൾ എവിടെ നിന്നാണ്? അയർലൻഡാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ആരാണ് നൽകിയത്? ഈ ആശയങ്ങളൊക്കെ ആരാണ് നൽകി തന്നിട്ടുള്ളത്? നമുക്ക് അയർലൻഡാണ് ഇന്ത്യക്ക് നൽകിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 8, മൗലിക അവകാശം, ആമുഖം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ, ലിംഗിത ഭരണഘടന, ജുഡീഷ്യൽ റിവ്യൂ, ഇംപീച്ച്മെന്റ്, വൈസ് പ്രസിഡന്റ്, സുപ്രീം കോടതി തുടങ്ങിയ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് USA, അയർലൻഡ്, കാനഡ, ഓസ്ട്രേലിയ. എവിടെ നിന്നാണ്? USA-യിൽ നിന്നാണ്. എവിടെ നിന്നാണ് നമ്മളത് കടമെടുത്തിരിക്കുന്നത്? USA-യിൽ നിന്നാണ്. അതായത് മൗലിക അവകാശങ്ങൾ, ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം, ജുഡീഷ്യൽ അവലോകനം, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്? നമ്മുടെ ജുഡീഷ്യൽ അവലോകനം എന്ന് പറയുന്നത്. അതുപോലെ രാഷ്ട്രപതിയെ ഇംപീച്ച്മെന്റ്, സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യൽ, ഉപരാഷ്ട്രപതി എന്നീ ആശയങ്ങൾ തുടങ്ങിയ ആശയങ്ങൾ USA-യിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത് അല്ലേ. അപ്പം നമുക്ക് അറിയാം, ഒരു ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തെ തന്നെ ഏറ്റവും വലിയ ലിംഗിത ഭരണഘടനയിൽ ഒന്നാണ് അല്ലേ. അതേപോലെ തന്നെ രണ്ടാമത് ഏതാണ്? നമ്മുടെ ലിംഗിത ഭരണഘടനയായി പറയുന്ന ഏതാണ്? USA ഭരണഘടനയാണ്. അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൗലിക അവകാശങ്ങൾ എവിടെ നിന്നാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത്? USA-യിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അതുകൂടാതെ എന്തൊക്കെയാണ്? കുറേ ആശയങ്ങളുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം, അതുപോലെ ജുഡീഷ്യൽ അവലോകനം, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് അല്ലേ. രാഷ്ട്രപതി എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഇംപീച്ച് ചെയ്യുക എന്ന് പറയും അല്ലേ. സുപ്രീം കോടതി, അതുപോലെ ഹൈക്കോടതി ജഡ്ജിമാരിനെ നീക്കൽ ചെയ്യുക, ഉപരാഷ്ട്രപതി, എല്ലാ ആശയങ്ങളൊക്കെ ഏത് രാജ്യത്തിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത്? USA-യിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 9, പാർലമെന്ററി ജനാധിപത്യം, ഏക പൗരത്വം, നിയമവാഴ്ച, ക്യാബിനറ്റ് സമ്പ്രദായം, റിട്ടുകൾ, ദ്വിമണ്ഡല സഭ, തിരഞ്ഞെടുപ്പ്, സ്പീക്കർ, CAG, രാഷ്ട്രത്തലവന് നാമമാത്രമായ അധികാരം, കൂട്ടുത്തരവാദിത്വം തുടങ്ങിയ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടന്നുകൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. ഏത് രാജ്യത്തിൽ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. അപ്പോൾ USA-യിൽ നിന്നും ഒരുപാട് സാധനങ്ങൾ നമ്മൾ കടമെടുത്തിട്ടുണ്ട്, അതുപോലെ ബ്രിട്ടനിൽ നിന്നും കടമെടുത്തിട്ടുള്ള. അപ്പോൾ അതെല്ലാം നോക്കി വയ്ക്കുക. അപ്പോൾ ബ്രിട്ടനിൽ നിന്ന് എടുത്തിട്ടുള്ളത് ഏതൊക്കെയാണ്? പാർലമെന്ററി ജനാധിപത്യം, ഏക പൗരത്വം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം നോക്കി വയ്ക്കുക. ഇതൊന്ന് റിപ്പീറ്റഡ് ആണ്. ഇതിന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് നമുക്ക് അല്ലേ. അപ്പോൾ പാർലമെന്ററി ജനാധിപത്യം, ഏക പൗരത്വം, നിയമവാഴ്ച, ക്യാബിനറ്റ് സമ്പ്രദായം, റിട്ടുകൾ, ദ്വിമണ്ഡല സഭ, തിരഞ്ഞെടുപ്പ്, സ്പീക്കർ, CAG, രാഷ്ട്രത്തലവന് നാമമാത്രമായ അധികാരം, കൂട്ടുത്തരവാദിത്വം ഒക്കെ എവിടെ നിന്നാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത്? ബ്രിട്ടനിൽ നിന്നാണ്. എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ കടമെടുത്തിട്ടുള്ളത്. തന്നിരിക്കുന്ന ജോഡികളിൽ ഏതെല്ലാമാണ് ശരിയായി യോജിക്കാത്തത്? അതായത് മാച്ച് ദ ഫോളോയിങ്, ശരിയല്ലാത്തതുണ്ട് ഇവിടെ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ നമ്മൾ കൂടുതലായി കണ്ടുവരുന്നത് അല്ലേ. അതായത് കുറേ ഇപ്പം നമ്മൾ ഇപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. ഇതിന്നൊക്കെ ഓരോ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ കടമെടുത്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമുക്കിപ്പോൾ അറിയാം അല്ലേ, അറിഞ്ഞിരിക്കണം, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ നിന്നാണ് കുറേ രാജ്യങ്ങൾ തന്നിട്ടുണ്ട്. ആ രാജ്യത്തിൽ നിന്ന് ഏത് രാജ്യങ്ങളിൽ നിന്നാണ് ഈ ഭരണഘടനയുടെ കടമെടുത്തിട്ടുള്ളതെന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് ഏതാണെങ്കിലും ഒരെണ്ണം എന്താണ് ശരിയായി യോജിച്ചിട്ടില്ല, തെറ്റാണ്. അപ്പോൾ ഏതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ക്വസ്റ്റ്യൻ 1 എന്താണ്? ഫെഡറൽ സംവിധാനം എവിടെ നിന്നാണ്? കാനഡയിൽ നിന്നാണ്. DPSP എവിടെ നിന്നാണ്? റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് എന്നാണ്. നിയമവാഴ്ച അമേരിക്ക, മൗലിക കടമകൾ റഷ്യ. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. പക്ഷേ ഓപ്ഷൻ 1 നോക്കിയേ, 1ഉം 2ഉം മാത്രമാണ് ശരിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ 2 2 മാത്രം, ഓപ്ഷൻ 3 മാത്രം, ഓപ്ഷൻ 4 2ഉം 3ഉം മാത്രം. അപ്പോൾ ഏതാണ് ഇതിൽ തെറ്റായിട്ടുള്ളത്? ശരിയായി യോജിക്കാത്തത് ഏതാണ്? 3 മാത്രമാണ്. അതായത് നിയമവാഴ്ച അമേരിക്കയിൽ നിന്നാണോ കടമെടുത്തിട്ടുള്ളത്? അല്ല. അമേരിക്കയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളത് ഏതൊക്കെയാണ്? മൗലികാവകാശങ്ങൾ, ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം, നിയമപരമായ അവലോകനം, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എവിടെ നിന്ന് എടുത്തിട്ടുള്ളത്?
എടുത്തിട്ടുള്ളത്? അമേരിക്കയിൽ നിന്ന് എടുത്തിട്ടുള്ളത്. പക്ഷേ നിയമവാഴ്ച എവിടെ നിന്നാണോ? അല്ല. നിയമവാഴ്ച എവിടെ നിന്നാണ്? നമ്മുടെ UK നിന്ന്, അതായത് യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അത് തെറ്റായിട്ട് വരുന്നത്. അപ്പോൾ ഫ്രാൻസിൽ നിന്ന് എടുത്തിട്ടുള്ളത് നോക്കാം ഏതൊക്കെയാണ്. അപ്പം പറഞ്ഞത് തന്നെയാണ്, ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും ഒന്നുകൂടി പറഞ്ഞുതരാം. ഫ്രാൻസിൽ നിന്ന് എടുത്തിട്ടുള്ള ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ളത് ഏതൊക്കെയാണ്? ആമുഖത്തിൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയുടെ ആശയങ്ങളാണ് ഫ്രാൻസിൽ നിന്ന്. ഓസ്ട്രേലിയയിൽ നിന്ന് ഏതൊക്കെയാണ്? കൺകറന്റ് ലിസ്റ്റ്, പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനമാണ്. അയർലൻഡിൽ നിന്ന് എടുത്തിട്ടുള്ളത് സംസ്ഥാനത്തിന്റെ നിർദ്ദേശിക തത്വങ്ങൾ. ജപ്പാനിൽ നിന്ന് നിയമവാഴ്ച സ്ഥാപിച്ചെടുത്ത നടപടിക്രമം. റഷ്യയിൽ നിന്ന് മൗലിക കടമകൾ, ആമുഖത്തിന്റെ നീതിയുടെ ആശയങ്ങൾ, സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയത്തിൽ വരുന്നത്. യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്ന് ഏതാണ്? നിയമവാഴ്ച, നിയമനിർമ്മാണ നടപടിക്രമം, ഏക പൗരത്വം, ക്യാബിനറ്റ് സംവിധാനം, പാർലമെന്ററി പദവികൾ, ദ്വിമാനവാദം. അമേരിക്കയിൽ നിന്നെടുത്തിട്ടുള്ളത് മൗലികാവകാശങ്ങൾ, ജുഡീഷ്യൽ സ്വാതന്ത്ര്യം, നിയമപരമായ അവലോകനം, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്. ജർമ്മനിയിൽ നിന്നെടുത്തിട്ടുള്ളത് എന്താണ്? അടിയന്തരാവസ്ഥയിൽ മൗലികാവകാശങ്ങൾ നിർത്തലാക്കൽ. കാനഡയിൽ നിന്നെടുത്തിട്ടുള്ളത് ഏതൊക്കെയാണ്? കേന്ദ്രത്തിൽ ശേഷിക്കുന്ന അധികാരങ്ങൾ കൈമാറുന്നു. സംസ്ഥാന ഗവൺമെന്റ്മാരുടെ നിയമനം കേന്ദ്രം ചെയ്യുന്നത് ഫെഡറൽ സിസ്റ്റം ഒക്കെയാണ് നമ്മൾ കാനഡയിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ് ആയി വരാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷുവറായിട്ട് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.